ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള നൈസ് പത്തിരിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു അടിപൊളി കോമ്പിനേഷനാണ്, അപ്പോൾ മിസ് ചെയ്യരുത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ പത്തിരിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. പത്തിരിക്കുള്ള മാവ് അപ്പോൾ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് 240 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നാടൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കണം. തിളക്കുന്ന വെള്ളത്തിലോട്ട് 1 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പത്തിരിപ്പൊടി ഏത് ബ്രാൻഡിൻ്റെ ആണോ അതിൻ്റെ പിറകുവശത്തായിട്ട് എത്ര വെള്ളം ഉപയോഗിക്കണം എന്നുള്ളത് എഴുതിയിട്ടുണ്ടാകും. അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. വറുത്ത പത്തിരിപ്പൊടിയോ അല്ലാതെയോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം നല്ല ചൂടോടുകൂടി തന്നെ ഇത് കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മാവ് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ല ചൂടിൽ തന്നെയാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ അതല്ലെങ്കിൽ വെള്ളമോ നനച്ചതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി. മാവ് ചൂട് കുറഞ്ഞിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പത്തിരി ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നല്ല നീളത്തിൽ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. അതായത് മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പത്തിരി ഡ്രൈ ആയി പോകുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഈക്വലായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടില്ലേ, കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ മുഴുവൻ റെഡിയാക്കി എടുക്കാം. റെഡിയാക്കിയെടുത്ത ഓരോ ഉരുളകളും അടച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാൻ. 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഒന്ന് പത്തിരി പ്രസ്സറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ടും ചെയ്തെടുക്കാം. എനിക്ക് ഏറ്റവും നല്ലത് തോന്നിയിട്ടുള്ളത് നമ്മൾ ചപ്പാത്തി കോല് വെച്ച് പരത്തുന്നത് തന്നെയാണ്. കാരണം പത്തിരി പ്രസ്സറിൽ പരത്തി കഴിഞ്ഞാലും അത്രയധികം നൈസായിട്ട് അങ്ങ് കിട്ടില്ല. വേണമെങ്കിൽ ഇതുപോലെ പത്തിരി പ്രസ്സറിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊന്നുകൂടി പരത്തിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. മുന്നത്തെ റെസിപ്പിയിൽ നമ്മൾ പരത്തിയെടുക്കുന്നത് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കെപ്പോഴും ആ പരത്തിയെടുക്കുമ്പോഴാണ് ഇത് ശരിക്കും ആ ഒരു നൈസ് പത്തിരിയായിട്ട് കിട്ടുക. ഇതിപ്പോൾ പത്തിരി പ്രസ്സറിൽ ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം കണ്ടോ ഒരു കനമുണ്ട്. ഇത്രയും കനം പാടില്ല, ശരിക്കും നന്നായിട്ട് കനം കുറഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ കുറച്ച് പൊടി വെതറിയിട്ട് കണ്ടില്ലേ, ഇങ്ങനെ നിങ്ങൾ പരത്തിയെടുത്താലും മതി. ഇങ്ങനെ പരത്തിയെടുക്കുന്നതാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം, ഓരോരോ ഉരുളകളാക്കി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നതിന് പാത്രത്തിൻ്റെ എങ്ങാണ്ട് അടപ്പ് വെച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നല്ല നൈസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. വളരെ ഫാസ്റ്റായിട്ട് ഇത് റെഡിയായി കിട്ടും. ഇങ്ങനെ ചെറിയ കുമ്പള പോലെ പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ പത്തിരി പ്രസ്സറിലാണെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് എല്ലാ സൈഡും ഒരേ രീതിയിലായതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് മുഴുവനായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ചിക്കനിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, പിന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ചിക്കൻ കൊണ്ടാട്ടത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു ചേരുവയാണ്, സ്കിപ്പ് ചെയ്യരുത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ളതോ ചതച്ച് വെച്ചിട്ടുള്ളതോ ഉപയോഗിക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ. ഇനി 1 ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രം എടുത്ത് ജ്യൂസ് എടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ഇത്തിരി വെള്ളം വേണമെങ്കിൽ അതുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്, ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 കിലോ ചിക്കൻ, നല്ലത് എല്ലോട് കൂടിയുള്ള ചിക്കൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചുക്ക കൊണ്ടാട്ടം ഇതൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നന്നായി മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലോട്ടൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ടേബിൾ സ്പൂൺ എടുത്ത എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ മുക്കി പൊരിക്കുന്നില്ല. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വരുമ്പോഴാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം കുക്കായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ.
ആദ്യം നമ്മൾ ഒരു 1/4 ഭാഗത്തോളം ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത് അടച്ചു വെച്ചിട്ട് തന്നെയാണ്. ഇതിപ്പോൾ 2 വശവും അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ. തുറന്ന് വെച്ച് ഈ ചിക്കനിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി ഇത് നല്ല ഡ്രൈ ആയി വരണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറായി കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെ മറ്റൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. ആ ചൂടുള്ള എണ്ണയിലോട്ടേക്ക് 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഞാനൊന്ന് പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെയാണ് ഈ ഒരു കൊണ്ടാട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇതിലോട്ട് ഒരു 25 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. 25 എണ്ണം തുടങ്ങി 30 എണ്ണം വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു കണക്കിന്. ചെറിയുള്ളിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ്. ഇതിന് സവാള ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു രുചി കിട്ടില്ല. ഇനി ഈ ഒരു ചെറിയുള്ളിയെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഇതൊന്ന് കളറ് മാറി ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്ന വരെയെങ്കിലും തയ്യാറാക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്ന ഒരു പാകത്തിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ളത് 1 ടേബിൾ സ്പൂണാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണക്കം മാറി വരുന്ന രീതിയിൽ. പിന്നീട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി മൊരിഞ്ഞതിന് ശേഷം മാത്രം പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഇതൊക്കെ വളരെ കുറഞ്ഞൊരളവിൽ മാത്രം മതി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചതച്ചത് കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി ചെറു തീയിലിട്ടിട്ട് നല്ല കളർ മാറി ഒരു ഡാർക്ക് ഷെയ്ഡ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താം. സോസ് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം ഇതാക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് തുടങ്ങി 1/2 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് കിട്ടാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു ഫ്ലേവറാണ് നെയ്യ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങനെ തന്നെ അങ്ങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സോസും ഒക്കെ ആയിട്ട് ചിക്കനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നൊന്നുമില്ല. എന്നാൽ ഒരു 5 മിനിറ്റ് സോസുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. എണ്ണ ചെറുതായിട്ടൊന്നിങ്ങനെ തെളിഞ്ഞ് വരണം. ആ ഒരു സമയമാകുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ചിക്കൻ ആ ഒരു ചില്ലി ഫ്ലേക്സിലും സോസിലൊക്കെ കിടന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടവും അതിൻ്റെ കൂട്ടത്തിൽ മലബാറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നൈസ് പത്തിരിയും കൂടി ആകുമ്പോഴത്തേക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മലബാറിൻ്റെ ഒത്തിരി റെസിപ്പീസ് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ കാണാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഇതുപോലെയുള്ള മലബാറിൻ്റെ കോമ്പിനേഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.